കല്യാണി ഉടൻ മടങ്ങി വരുമെന്ന് മനസ്സ് പറയുന്നു സ്വാമി. അവൾ മടങ്ങി വന്നാലുടൻ ഈ മാല അവളുടെ കഴുത്തിൽ തന്നെ അണിയിച്ചു കൊടുക്കണം എനിക്ക്. ഭഗവാൻ തന്നെ അതിനെന്നെ അനുഗ്രഹിക്കണം. സഹദേവേട്ടനായിരിക്കും ഈ സമയത്ത്. ഫോൺ എടുത്ത ഉടനെ ശിവരാമേട്ടൻ ഗുളിക കഴിക്കുന്നുണ്ടോന്ന് നീ നോക്കണം, ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്യാൻ പോകാൻ പറയണം. അങ്ങനെ ഒരു 100 അന്വേഷണങ്ങളാ. ഇതിന്റെ ഇടയിൽ നിനക്ക് സുഖാണോന്നൊരു ചോദ്യം. ഇതിലും ഭേദം അങ്ങേരങ്ങ് ശിവരാമേട്ടനെ കെട്ടി കൂടെ കഴിഞ്ഞാ മതിയായിരുന്നു. ഇത് ചന്ദ്രന്റെ നമ്പറാണല്ലോ. ഇവനിതെവിടുന്ന രാത്രിയില്? ഇനി വല്ല പുലിവാലും ഒപ്പിക്കാനാണോ എന്റെ ഭഗവതി? हेलो आंटी जी नमस्कार। मुंबई से चंद्र प्रताप बोल रहा हूँ। മനസ്സിലാവുന്ന ഭാഷയിൽ പറയടാ വൃത്തികെട്ടവനെ. പെണ്ണ് കൂട്ടിക്കൊടുക്കുന്നവന്റെ ഒരു മറുഭാഷ പറച്ചില്. നിന്റെ ഫോൺ എനിക്ക് വന്നുന്നെങ്ങാനും അഖിലാണ്ടേശ്വരി അറിഞ്ഞ ഇവിടുത്തെ റേഷൻ കാർഡിൽ നിന്ന് വരെ എന്റെ പേര് വെട്ടും. ഇപ്പൊ തന്നെ നീ കാരണം ആ പെണ്ണുപിള്ള എന്നോട് മിണ്ടാറില്ല, അറിയോ നിനക്ക്? അത്ര ഭയമാണെങ്കിലേ ആന്റി ഫോൺ വെച്ചേക്ക്. ഒരു പ്രധാന വാർത്ത അറിയിക്കണം ഞാൻ വിളിച്ചത്. കേക്കണ്ടെങ്കിൽ വേണ്ട, എനിക്കത്ര അത്യാവശ്യമൊന്നുമില്ല. ആ ഏതായാലും വിളിച്ചു. ഇനി നീ പിണങ്ങാത്ത കാര്യം പറ. ഒന്നുമില്ലെങ്കിലും നീ എന്റെ അനന്തരവനായി പോയില്ലേ? തൃച്ചംബരത്തുനിന്ന് കല്യാണി മിസ്സിംഗ് ആണല്ലേ? ആ അത് സത്യമാണല്ലോ. അത് നീ എങ്ങനെ അറിഞ്ഞു? അല്ല ഇനി നീ എങ്ങാനും അവളെ തട്ടിക്കൊണ്ടു പോയിട്ട്? ഏയ് അല്ലല്ല, പക്ഷെ ഞാൻ അവളെ കണ്ടു. മുംബൈയിൽ കിടക്കുന്ന നീ കല്യാണിയെ കണ്ടെന്നോ? എവിടെ വെച്ച്? ഇവിടെ മുംബൈയിൽ വെച്ച്. ഒറ്റയ്ക്കല്ല, ആനന്ദിനോടൊപ്പം. ആനന്ദിനോടൊപ്പോ? ദേ ചന്ദ്ര, നീ കഞ്ചാവടിച്ച് പൂസായിട്ടാണോ ഈ വർത്താനം പറയുന്നേ? അല്ലല്ലോ. സത്യമാ ആന്റി, കല്യാണി ആനന്ദിനോടൊപ്പം മുംബൈയിലുണ്ട്. അവരിരുവരും സുബ്രുവിനോടൊപ്പം നാളെ ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റില് ഇവിടെ നിന്നും കയറും. വൈകിട്ട് അവിടെ എത്താൻ. ഇനി എന്താ ആന്റി വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോ. എന്നാ ഒരു കാര്യം ചെയ്, നീ ആനന്ദും കല്യാണിയും നിൽക്കുന്ന ഒരു വീഡിയോ മൊബൈലിൽ പകർത്തി അയക്ക്. അത് വെച്ച് എനിക്കൊരു കളി കളിക്കണം. ശരി ആന്റി, ഞാൻ ശ്രമിക്കാം. എനിക്കങ്ങനെ എപ്പോഴും ആനന്ദിന്റെ മുമ്പിൽ പോവാനൊന്നും പറ്റത്തില്ല. എങ്കിലും ഞാൻ ആന്റിയെ വിളിക്കാം. ശരി അപ്പൊ. ശരി. ചേടാ, ഇത് വല്ലാത്തൊരു വിവരാണല്ലോ കിട്ടിയത്. ഇത് എങ്ങനെയൊന്ന് മുതലാക്കാൻ പറ്റും? ആ ഒരു കാര്യം ചെയ്യാം, നന്ദനയോടൊന്ന് ചോദിച്ചു കളയാം. ആ എന്ത് പറ്റി? ഒരേ ആലോചനയും നടത്തിയൊക്കെ ആണല്ലോ. ആകാശം വല്ലതും അഴിഞ്ഞ് താഴേക്ക് വീഴുവോ? ആന്റി കളിയാക്കണ്ട, ഞാൻ ആകെ ഡിസ്റ്റർബ്ഡാ. മനസ്സാകെ അങ്ങ് കലങ്ങി മറിഞ്ഞു കിടക്കൂ. ആഹാ, അങ്ങനെയാണെങ്കിൽ നിന്റെ മനസ്സിന്റെ അസ്വസ്ഥത മാറാൻ ഞാനൊരു മരുന്ന് തരാം. എന്താ, കഴിക്കാൻ പറ്റോ? അതെന്ത് മരുന്ന്? ആന്റി കാര്യം പറ. അത് നന്ദനെ, ഞാൻ വെറുതെ ഊഹിച്ച ഒരു കാര്യം സത്യമായി. ഇവിടെ നിന്നും കാണാതായ വേലക്കാരി കല്യാണി ആനന്ദിനോടൊപ്പം മുംബൈയിൽ ഹണിമൂൺ ആഘോഷിക്കുക. ആന്റി എന്തുവായി പറയുന്നത്? ആർ യു സീരിയസ്? ആ അതെ, കല്യാണിയെ ആനന്ദിനോടൊപ്പം മുംബൈയിൽ വെച്ച് ചന്ദ്രപ്രതാപൻ കണ്ടു. അവനത് ഇപ്പൊ ഫോൺ വിളിച്ച് എന്നോട് പറഞ്ഞതേ ഉള്ളൂ. സത്യം പറഞ്ഞ ഇപ്പൊ നീ ഞെട്ടിയതുപോലെ ഞാനും ഒന്ന് ഞെട്ടിയതാ. അവളുടെ അവന്റെ ഒരു കൃത്രിമ ബുദ്ധി നോക്കണേ.
നമ്മളെയൊക്കെ വിദ്യാസുരന്മാരാക്കി അന്യനാട്ടിൽ പോയൊരു ഹണിമൂൺ ട്രിപ്പ്. ആ ഇങ്ങനെയാണ് പോക്കെങ്കിൽ തൃച്ചംബരത്തൊരു കുഞ്ഞിക്കാല് കാണാൻ ശിവരാമേട്ടന്റെ മകളേച്ചിക്ക് ഉടനെ ഭാഗ്യം ഉണ്ടാവുന്ന എന്റെ ഒരു തോന്നല്. ആനന്ദ് ഇത്ര ചീപ്പ് സ്വഭാവമുള്ള ആളാണെന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഒരു തേർഡ് റേറ്റ് സെർവന്റുമായിട്ട് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാന്ന് വെച്ചാ ഓർക്കുമ്പോ തന്നെ എനിക്കങ്ങോട്ട് വൊമിറ്റ് ചെയ്യാൻ വരുക. ശരിയാ. ആ നീ വാ, ഇത് ഇപ്പൊ തന്നെ ചൂടോടെ അഖിലേച്ചി ഒന്ന് അറിയിക്കാം. അല്ലെങ്കിലേ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി പോലെ ആവും. നീ വാ പോവാം. ഏയ് നോ ആന്റി, നിക്ക്. വെറുതെ എടുത്തു ചാടി കുളമാക്കാൻ നിക്കണ്ട. ഇങ്ങനെയല്ല ഇത് ഡീൽ ചെയ്യാൻ. എന്നുവെച്ചാ നീ എന്താ ഈ പറയുന്നേ? ഇതിപ്പോ അഖിലേച്ചി അറിയിക്കണ്ടെന്നാണോ? ഒരിക്കലുമല്ല. പക്ഷേ മണ്ണറിഞ്ഞു വേണം വിത്തെറിയാൻ. വെറുതെ തരിശു നിലത്തിൽ കൊണ്ട് വിത്തെറിഞ്ഞാൽ കിളിർക്കില്ല. വെറും പാഴ്വേലയായി പോവുകയുള്ളൂ. വെറും പാഴ്വേല. നീ ഈ അലങ്കാരവും പഴഞ്ചൊല്ലും ഒക്കെ വിട്ടിട്ട് കാര്യം പറ. ആന്റി ആന്റി ഇപ്പൊ എന്തു പറഞ്ഞാലും അഖിലാന്റി വിശ്വസിക്കില്ല. മാത്രമല്ല ആന്റി നേരിട്ട് സംസാരിക്കാൻ കൂടി പാടില്ലെന്ന ഉത്തരവ്. അല്ലെങ്കിൽ തന്നെ ഇവിടെ നാട്ടിൽ നിൽക്കുന്ന ആന്റി മുംബൈയിൽ നടക്കുന്ന വിവരം എങ്ങനെ അറിഞ്ഞുന്ന് ചോദിച്ചാ എന്ത് പറയാൻ പറ്റും ആന്റിക്ക്? ചന്ദ്രൻ വിളിച്ചെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ പ്രിയങ്ക വിളിച്ചു എന്ന് പറയാൻ പറ്റുമോ? അതൊന്നും നടക്കില്ല. മാത്രമല്ല അഖിൽ ആന്റി മുംബൈയിൽ ചെന്ന് ആനന്ദിനെ കണ്ടിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. ആ സാഹചര്യത്തിൽ ഇത് നേരിട്ട് കണ്ടെന്ന് പറഞ്ഞാൽ പോലും അഖിൽ ആന്റി വിശ്വസിക്കില്ല. അതുകൊണ്ട് ഇക്കാര്യം അഖിലാന്റിയുടെ കണ്ണിൽ നേരിട്ട് കാണിച്ചു കൊടുത്ത് വേണം വിശ്വസിപ്പിക്കാൻ. എന്താ അതല്ലേ വർക്കൗട്ട് ആവും? ആന്റി നന്നായിട്ടൊന്ന് ആലോചിക്കും. നീ പറഞ്ഞതാ ശരി. നേരിട്ട് കാണിച്ചു കൊടുത്താലേ നടക്കൂ. ചന്ദ്രനെ കൊണ്ട് തന്നെ ആനന്ദും കല്യാണിയും മുംബൈയിലുള്ളതിന്റെ വീഡിയോ ക്ലിപ്പ് അയപ്പിക്കാം. അതും അല്ലെങ്കിൽ പിന്നെ ഏയ് വീഡിയോ ക്ലിപ്പൊന്നും പോരാ. നേരിട്ട് ലൈവായിട്ട് അത് അഖിൽ ആന്റിക്ക് മുന്നിൽ ആന്റിക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും? ആന്റി അത് വേണം ആലോചിക്കാൻ. ഏതായാലും നാളെ നേരം വെളുക്കുന്നത് വരെ സമയമുണ്ട്. ആന്റി ആലോചിക്കേ, ഞാൻ ഉറങ്ങാൻ പോവാ. ഹലോ, വല്യുഞ്ഞ് എന്താ ഈ ആലോചിക്കണേ? വല്ല കവിത എഴുതാനുള്ള പരിപാടിയാണോ? മുംബൈയിലെ ഫ്ലാറ്റ് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഏയ് അതുകൊണ്ടൊന്നുമല്ല. നാളെ നമ്മൾ ഇവിടെ നിന്ന് മടങ്ങുക. ഇനിയും പോകാൻ വൈകിയ സംഗതി കൊഴയും. അരവിന്ദിന്റെ മനസ്സിലൊഴിച്ച് ബാക്കി എല്ലാവരുടെയും മനസ്സിൽ കല്യാണി മിസ്സിങ്. നിന്നെ ഉടനെ അവിടെ തിരിച്ചെത്തിച്ചേ പറ്റൂ. പക്ഷേ തിരിച്ചു പോകുന്ന കാര്യം ആലോചിക്കുമ്പോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇവിടെ നിന്ന് മടങ്ങാൻ മനസ്സിന് എന്തോ ഒരു മടിയുള്ളതുപോലെ. 2 ദിവസമെങ്കിൽ 2 ദിവസം നിന്നോടൊപ്പം ഇവിടെ കഴിഞ്ഞല്ലേ. തിരിച്ച് തൃച്ചംബരത്ത് ചെല്ലുമ്പോ നീ വീണ്ടും അന്യെ പോലെ എന്നോട് പെരുമാറും. അതാണ് എന്റെ പേടി. ജീവിതത്തിൽ എപ്പോഴും ഏറെ നേരം ഒരാൾക്കൊപ്പം നടന്നിട്ട് ഒറ്റയ്ക്ക് തിരികെ നടക്കുന്നത് ഒരു വിങ്ങല കല്യാണി. നിനക്കത് അറിയാൻ വയ്യാത്തോണ്ടാ. അറിയാൻ വല്യുഞ്ഞെ, പക്ഷേ നിവർത്തിയില്ലഞ്ഞിട്ടാ. സ്വപ്നത്തിലെ രാജകുമാരനെ പ്രണയിച്ച രാജകുമാരുടെ കഥ വായിച്ചിട്ടുണ്ടോ വല്യുഞ്ഞ്? പാവം, സ്വപ്നത്തിൽ മാത്രം കാണാൻ പറ്റുന്ന രാജകുമാരനെ കാത്തിരുന്ന് ജീവിതം തീർക്കുന്നതാ ആ കഥ.
അതിലെ നായികയാ ഞാനിന്ന്. നോ, യു ആർ മിസ്റ്റേക്കൺ. അങ്ങനൊരു രാജകുമാരിയായി ജീവിതം തീർക്കാനല്ല, തൃച്ചംബരത്തെ രാജകുമാരിയാവാനാ കല്യാണി നിന്റെ വിധി. മറിച്ചാണെങ്കിൽ ആ വിധി തിരുത്തി എഴുതി ഞാൻ. എനിക്കതൊന്നും അറിയില്ല. ഏതായാലും ഞാനിന്ന് ഫോണിലൂടെ വല്യകുഞ്ഞിനോടൊരു ചോദ്യം ചോദിച്ചത് ഓർക്കണുണ്ടോ? എന്ത് ചോദ്യം? വല്യകുഞ്ഞിനോളം പഠിപ്പോ തറവാട്ടു മഹിമയോ സൗന്ദര്യോ ഒന്നുമില്ലല്ലോ എനിക്ക്. എന്നിട്ടും എന്നെ എന്തിനാ പ്രണയിച്ചത്? അതിന്റെ ഉത്തരം അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് എനിക്ക്. അതിന് അത്ര വലിയ ഉത്തരത്തിന്റെ കാര്യമൊന്നുമില്ല. അല്ല, ഒരു പെണ്ണിനോട് പ്രണയം തോന്നാൻ വേണ്ടത് പണമോ സൗന്ദര്യമോ പ്രൗഢിയോ വിദ്യാഭ്യാസമോ ഒക്കെ ആണെന്ന് ആരാ കല്യാണിയോട് പറഞ്ഞത്? പിന്നെ അവളുടെ മനസ്സ്. ആ മനസ്സിന്റെ നന്മയും വലിപ്പവും ഒക്കെ നല്ലൊരാണിന് ആ കണ്ണുകളിൽ നിന്നെ കുറച്ചൊക്കെ വായിച്ചെടുക്കാനാകും. ബാക്കി സംസാരത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും നിനക്ക് ആ ഗുണങ്ങളൊക്കെ ഉണ്ട്. വല്യുഞ്ഞ് പറയുന്നതൊക്കെ എന്തോ വലിയ കാര്യങ്ങളാ. പക്ഷേ ഒന്നേ എനിക്കറിയാവൂ, ഇന്നിവിടെ വീട്ടുകാരെ പോലെ വെച്ച് വിളമ്പിയെങ്കിൽ നാളെ മുതൽ ഈ കല്യാണി വീണ്ടും തൃച്ചംബരത്ത് വെറും ഒരു അടുക്കളക്കാരിയാണ്. അടുക്കളക്കാരി മാത്രം. ആനന്ദകൃഷ്ണന്റെ കാമുകയല്ല. ഈ സത്യം അറിയാമെങ്കിലും ഇടയ്ക്കൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കല്യാണി, നിന്റെ പ്രണയം എന്തായിന്ന്? ഇനി ചോദിക്കുമ്പോ കാക്ക കൊത്തിക്കൊണ്ടുപോയെന്ന് കള്ളം പറയും ഞാൻ. അതാ ഈ അടുക്കളക്കാരിയുടെ വിധി. കല്യാണി, കരയരുത്. നീ എങ്ങനെയൊക്കെ സങ്കടവും പരിഹാസവും പറഞ്ഞാലും എനിക്ക് സ്വയം അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് ഞാൻ മറ്റൊന്നിനെയും ഇത്രയധികം പ്രണയിച്ചിട്ടില്ല. ചുറ്റിനും ആനയും അമ്പാരി ഉണ്ടെങ്കിലും ആഗ്രഹിച്ച പെണ്ണ് കൂടെയില്ലെങ്കിൽ ഒരാളും ഒന്നും നേടിയിട്ടില്ലെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. നിന്നെ എനിക്ക് വേണം കല്യാണി. ഒരാൾക്കും വിട്ടുകൊടുക്കില്ല, ഒരാൾക്കും. സർ, കോഫി. ഓ, താങ്ക് യു. ഇതാണോ കോഫി? ഹലോ, ഒന്നുമിട്ട് വരൂ. ഇത് പിടിച്ചോളൂ, കൊണ്ടുപോയിക്കോളൂ കേട്ടോ. സോറി സർ. കോഫി ഇടുകയാണെങ്കിലേ കല്യാണി ഇടുന്ന പോലെ ഇടണം. എന്താ അതിന്റെ ഒരു ടേസ്റ്റ്, എന്താ രുചി എന്നറിയോ? ചെന്നാട്ടെ. അയ്യോ പെട്ടു. ഇപ്പൊ അമ്മ കല്യാണിയുടെ കാര്യം ചോദിക്കും. അതിനു മുമ്പ് മറ്റെന്തെങ്കിലും കാര്യം എടുത്തിട്ടാലോ? അരവിന്ദ്. അമ്മേ, പിന്നെ പുതിയ 2 പോസ്റ്റുകളുടെ ഒഴിവ് വന്നിട്ടുണ്ടല്ലോ. അത് പ്രൊമോഷൻ വഴി നികത്തണോ അതോ ഓപ്പൺ ആയിട്ടൊരു ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് അങ്ങനെ? അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് മെയിൽ ചെയ്യ്. പ്രൊമോഷൻ സാധ്യമാണോ എന്ന് നോക്കാം. അതാകും എപ്പോഴും നല്ലത്. മതി. സ്റ്റാഫുകൾക്ക് എപ്പോഴും ഒരു പ്രതീക്ഷയുണ്ടാവുമല്ലോ. ശരി അമ്മേ, അങ്ങനെ ചെയ്യാം. എന്നാ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. 1-2 അത്യാവശ്യം മീറ്റിംഗ് ഉണ്ടായിരുന്നേ. ശരി കേട്ടോ. മീറ്റിംഗ് ഒക്കെ പിന്നീട്. നിന്നെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചിരുന്നല്ലോ. എന്തായി അതിന്റെ കാര്യങ്ങൾ? കല്യാണിയെ തിരക്കിയിട്ട് എന്തായിന്ന്? എന്താവാൻ, കല്യാണി ബ്രോയോടൊപ്പം സുഖമായിട്ട് മുംബൈയിലുണ്ട്.
കല്യാണിക്ക് മുംബൈക്ക് പോലുള്ള ടിക്കറ്റ് വരെ ഞാൻ എടുത്തു കൊടുത്തു. പിന്നെ ഞാൻ എന്തിനാ അമ്മ നാട് മൊത്തം അന്വേഷിക്കുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ എന്തായി ആലോചിക്കുന്നേ? ഒന്നുമില്ലമ്മേ, കല്യാണി ഞാൻ തിരക്കുന്നുണ്ട്. സുഹൃത്തുക്കൾക്കൊക്കെ ഡീറ്റെയിൽ അയച്ചു കൊടുക്കുകയും ചെയ്തു. അവര് നോക്കുന്നുണ്ടേ. പിന്നെ കല്യാണി ഒരു സ്ത്രീ ആയോണ്ട് പബ്ലിക്കായി കാടടച്ചൊരു അന്വേഷണം പറ്റില്ല. എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് കല്യാണിയെ കണ്ടെത്തി കൊണ്ടുവരും, അതുറപ്പാ. ഓ, എന്തുറപ്പ്? ആനന്ദ് ഇപ്പൊ ബിസിനസ് കാര്യവുമായിട്ട് മുംബൈയിലായി പോയതുകൊണ്ടാ. അല്ലെങ്കിൽ ഇതിനകം തന്നെ അവൻ കല്യാണിയെ കണ്ടെത്തി എന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയനെ. അതെ, നീ ആനന്ദിനോളം വരില്ല ഒരു കാര്യത്തിലും. അതെ അതെ, അറിയാം. റൊമാൻസിന്റെ കാര്യത്തിലും ബ്രോയുടെ മുമ്പിൽ സാക്ഷാ കൃഷ്ണൻ വരെ തോറ്റു. പിന്നെയാണ് ഈ അരവിന്ദ് കൃഷ്ണൻ. ആ ശരിയമ്മേ, ഞാൻ അല്പം കൂടി സ്പീഡപ്പ് ചെയ്യണം. ചെയ്യാം. എന്നാ പോയിക്കോട്ടെ. നിങ്ങൾക്കറിയാലോ, പണ്ടൊരു കെമിക്കൽ എഞ്ചിനീയർ കാരണം എല്ലാവരും കോടതി കയറേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. സാമ്പിള് പരിശോധിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രമേ പ്രൊഡക്റ്റ് വെളിയിൽ പോകാൻ പാടുള്ളൂ. ആ പിന്നെ ആ മാനേജിംഗ് സ്റ്റാഫുകളുടെ മീറ്റിംഗ് നാളെ 12 മണിക്ക് വിളിക്കണം. ബാക്കി എന്താ ഏതാന്നൊക്കെ ഓഫീസിലെത്തിയിട്ട് പറയാം. ശരി, ഓക്കെ, സീ. കുഞ്ഞേ, പറഞ്ഞോളൂ ദാസേട്ടാ. അത് കല്യാണിയെ കുറിച്ച് വല്ല വിവരം കിട്ടിയോന്ന്? ദൈവമേ, കല്യാണി ബ്രോയോടൊപ്പം മുംബൈയിൽ സുഖമായിട്ട് ജീവിക്കുന്നു. ഞാൻ എങ്ങനെ ദാസേട്ടനോട് പറയാ? അഖില മാഡം കല്യാണിയെ കുറിച്ച് അന്വേഷിക്കാൻ കുഞ്ഞിനെയല്ലേ ഏൽപ്പിച്ചത്. അതാണ് മോളെ കുറിച്ച് വല്ല വിവരം അറിഞ്ഞോന്ന് ഞാൻ ചോദിച്ചത്. ദാസേട്ടന്റെ ടെൻഷൻ മനസ്സിലാവാഞ്ഞിട്ടല്ല. പക്ഷെ എനിക്ക് തീർച്ചയാ കല്യാണി എവിടെയോ സുരക്ഷിതമായിട്ടുണ്ടെന്ന് എനിക്കൊരു തോന്നൽ. ദാസേട്ടൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും. എത്രയും പെട്ടെന്ന് കല്യാണി ഞാൻ ദാസേട്ടന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. ഇതെന്റെ വാക്കാണ്. കുഞ്ഞെ, ഈ വീടും ക്ഷേത്രമാ എൻ്റെ മോളുടെ ആകെയുള്ള ലോകം. ഇത് വിട്ട് അവൾക്ക് ഒരു സ്ഥലവും അറിയില്ല. അന്വേഷിച്ചപ്പോൾ നാട്ടിലെങ്ങും ചെന്നിട്ടുമില്ല. പത്രത്തിൽ ഓരോ വാർത്തകളൊക്കെ കാണുമ്പോൾ നെഞ്ച് തകർന്നു പോവാ കുഞ്ഞെ. ഞാനൊരു അച്ഛനായി പോയില്ലേ? ദാസേട്ടാ, എന്താ ഇങ്ങനെയൊക്കെ? ദേ, കല്യാണിയുടെ നല്ല മനസ്സിന് അവളുടെ ദൈവം അവൾക്കൊന്നും വരുത്തില്ലെന്നേ. ദാസേട്ടൻ ധൈര്യമായിട്ടിരിക്കേ. ആ നാവ് പൊന്നായിരിക്കട്ടെ കുഞ്ഞെ. കുഞ്ഞെങ്ങനെയെങ്കിലും എൻ്റെ മോളിൽ നിന്ന് ഉടനെ കണ്ടെത്തി തരണം. ഉടനെ തന്നെ. ഉറപ്പായും. കല്യാണി ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും ഞാൻ ഉടൻ ദാസേട്ടന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കും. ദാസേട്ട ഇപ്പൊ ചെല്ല്. ശരി കുഞ്ഞെ. ആ ബ്രോ. ആ, അമ്മ അങ്ങ് എത്തിയോ? അവിടെ എന്തുണ്ട് കാര്യങ്ങള്? എത്തി ബ്രോ. അല്ല, അമ്മ വന്നപ്പോ ബ്രോ എങ്ങനെ ഡീൽ ചെയ്ത്? കല്യാണി എങ്ങനെ അവിടെ വെച്ച് അമ്മ കണ്ടിരുന്നെങ്കിൽ അതോടെ എല്ലാം തീർന്നേനെ. ഭാഗ്യത്തിന് അമ്മ ഫ്ലാറ്റിൽ വരാൻ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. റെസ്റ്റോറന്റിൽ വെച്ച് ഡീൽ ചെയ്തങ്ങ് വിട്ടു. അത് ബ്രോയുടെ ഭാഗ്യം. പക്ഷെ ഞാനിവിടെ ദാസേട്ടന്റെ മുമ്പിൽ പലപ്പോഴും പതറിപ്പോവുക. പോരാത്തതിന് ഒരു ഭാഗത്ത് അമ്മയും. സോറി ബ്രോ, ഇനി ഇവിടെ അഭിനയിച്ചു നിൽക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് എന്തെങ്കിലും ഉത്തരം ഇവരോടൊക്കെ പറഞ്ഞേ പറ്റൂ. മനസ്സിലായി അരവിന്ദ്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഞാനും കല്യാണിയും സുബ്രവും അവിടെ എയർപോർട്ടിൽ വന്നിറങ്ങും. അതോടെ തീരും ഈ പ്രശ്നമല്ല. ഓ താങ്ക് ഗോഡ്. അപ്പൊ ഇന്ന് വൈകിട്ടത്തെ 4 മണിയുടെ ഫ്ലൈറ്റിൽ ബ്രോയും കല്യാണി എത്തുമല്ലേ? ഓ സന്തോഷായി. അപ്പൊ ഞാൻ ഇന്നത്തെ ഓഫീസിൽ പോക്ക് ക്യാൻസൽ ആക്കിയിട്ടേ ഇന്ന് വിളിക്കാൻ എയർപോർട്ടിൽ എത്തും ബ്രോ. ഷാർപ്പ് 4 o'clock. ഓക്കെ, വൈകിട്ട് എയർപോർട്ടിൽ കാണാം. ശരി ശരി ശരി, ഓക്കെ ബ്രോ, താങ്ക്സ്. ഓ, അപ്പൊ ഇന്ന് വൈകിട്ട് 4 മണിക്ക് എയർപോർട്ടിൽ തൃച്ചംബരത്തെ ആനന്ദ കൃഷ്ണൻ അടുക്കളക്കാരിയായിട്ട് വന്നിറങ്ങുന്നു. കൊള്ളാം, നല്ല ചൂടൻ വാർത്ത. ഇത് വിലാസിനി ആന്റിയുടെ കാതിലെ ഇപ്പൊ തന്നെ എത്തിക്കണം.
ആ ടെസ, ഇന്നത്തെ കോൺഫറൻസ് മീറ്റിംഗിലെ എനിക്ക് പകരം നീ അറ്റൻഡ് ചെയ്താൽ മതി. ആ അതെ അതെ അതെ, എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, ശരി ശരി, ഞാൻ വിളിച്ചോളാം. ഓക്കെ, അപ്ഡേറ്റ് മീ. ഓക്കെ. ആന്റി, ആന്റി, ശ്ശോ. ആന്റി, ശ്ശേ, ഈ ആന്റി ഇത് എവിടെ പോയി കിടക്കുന്നു? അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ച ആളിനെ കാണില്ല. ആന്റി, ആന്റി, അയ്യോ പഴം. എന്തിനാണ് ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവുന്നേ? ഇന്ന് അമ്മയിട്ട് 4 മണിക്ക് അയ്യോ, ഇങ്ങനൊരു ജന്മം. ആദ്യം വായിലുള്ളത് അങ്ങോട്ട് വിഴുങ്ങ്, എന്നിട്ട് മതി സംസാരമൊക്കെ. ആന്റി ഒന്നും അറിഞ്ഞില്ലല്ലേ കാര്യങ്ങള്? ആ അടുക്കളക്കാരി ആനന്ദേട്ടന് കൂടി മുംബൈയിൽ നിന്ന് ഇന്ന് തിരുവനന്തപുരത്ത് 4 മണിക്ക് വന്നിറങ്ങുന്നു.